നമസ്കാരം. രാജ്യത്തിന്റെ ചരിത്രഗതി മാറ്റിയെഴുതിയ വലിയ പ്രസ്ഥാനങ്ങൾക്കും പ്രസിദ്ധരായ നേതാക്കൾക്കും പിന്നിൽ പ്രശസ്തിയുടെ വെളിച്ചം ഏൽക്കാതെ പോയ നിരവധി ധീര പോരാളികളും ത്യാഗികളുമുണ്ട്. അവരുടെ നിസ്വാർത്ഥ സേവനവും അർപ്പണബോധവുമാണ് ഇന്നത്തെ ഇന്ത്യയുടെ അടിത്തറയെന്ന് നിസ്സംശയം പറയാം. വലിയ പ്രസ്ഥാനങ്ങൾക്ക് ഊർജം പകരുകയും തങ്ങളുടെ ജീവൻ രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത നിരവധി ധീര വ്യക്തിത്വങ്ങൾ വിസ്മരിക്കപ്പെടുകയോ പ്രാദേശിക ചരിത്രങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ഒരു അമേരിക്കക്കാരൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിൽ എത്ര പേർ വിശ്വസിക്കും എന്നറിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പറായ ഒരേ ഒരു അമേരിക്കക്കാരൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച ആ അമേരിക്കക്കാരൻ സത്യാനന്ദ സ്റ്റോക്സ് എന്ന സാമുവൽ ഏവൻ സ്റ്റോക്സ് ജൂനിയർ ആയിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷിതത്വവും ആഡംബരവും ഉപേക്ഷിച്ച് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ഈ സത്യാന്വേഷി കേവലം ഒരു ചരിത്ര പുരുഷനപ്പുറം ആദർശധീരതയുടെയും മാനവികതയുടെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. 1872 അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ ഒരു സമ്പന്ന ക്വാക്കർ കുടുംബത്തിലാണ് സാമുവൽ സ്റ്റോക്സ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് അമേരിക്കയിലെ പ്രമുഖ ലിഫ്റ്റ് നിർമ്മാണ സ്ഥാപനമായ സ്റ്റോക്സ് ആൻഡ് പരിഷ് മെഷീൻ കമ്പനിയുടെ സ്ഥാപകനായ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു. കടുത്ത മതവിശ്വാസികളായ കുടുംബത്തിൽ ജനിച്ചതിനാൽ കുട്ടിക്കാലം മുതൽക്കേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആത്മീയതയിലും അദ്ദേഹം തൽപരനായിരുന്നു. 1904 തന്റെ 22-ാം വയസ്സിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. ഇന്ത്യയിലെ ദരിദ്രരെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രിസ്ത്യൻ മിഷണറിമാർക്കൊപ്പം പ്രവർത്തിക്കാനാണ് അദ്ദേഹം ആദ്യം എത്തിയത്. എന്നാൽ മിഷണറി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തൃപ്തികരമായി തോന്നിയില്ല. അദ്ദേഹം തിരഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങളുമായി ഒരാൾക്ക് എത്രത്തോളം താതാത്മ്യം പ്രാപിക്കാൻ കഴിയും എന്നതായിരുന്നു. ഹിമാചൽ പ്രദേശിലെ സിംലയ്ക്ക് സമീപമുള്ള കോട്ട്ഗഡ് എന്ന വിദൂര ഗ്രാമത്തിൽ അദ്ദേഹം താമസം ആരംഭിച്ചു. സിംലയ്ക്ക് സമീപമുള്ള ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ സേവനം ചെയ്യുവാൻ വന്നു. മാതാപിതാക്കൾക്ക് ഈ തീരുമാനത്തോട് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. ഇന്ത്യക്കാരുടെ ലളിത ജീവിതം, ആത്മീയത എന്നിവയാണ് സാമുവലിനെ ആകർഷിച്ചത്. ഗ്രാമവാസികളോടൊപ്പം അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സന്യാസി എന്ന പോലെ ലളിതമായി ജീവിച്ചു. സിംലയിൽ എത്തിയിരുന്ന കാന്തർബറി ആർച്ച് ബിഷപ്പ് കുഷ്ഠരോഗ ആശുപത്രിയിലെ സാമുവലിന്റെ സേവനത്തെ പ്രശംസിച്ചു. അദ്ദേഹത്തിന്റെ പ്രേരണയിൽ സാമുവൽ ഒരു ഫ്രാൻസിസ്കൻ സന്യാസി സംഘം രൂപീകരിച്ചു. പക്ഷേ അത് അദ്ദേഹം 2 വർഷം മാത്രമേ തുടരുകയുണ്ടായിരുന്നുള്ളൂ. 1912 സാമുവൽ ഒരു പ്രാദേശിക ക്രിസ്ത്യാനി പെൺകുട്ടിയായ ആഗ്നസ് ബെഞ്ചമിനെ വിവാഹം ചെയ്തു. ഭാര്യയുടെ ഗ്രാമമായ കോട്ടഗഡിന് സമീപം ഒരു വലിയ കൃഷിഭൂമി വാങ്ങി അവിടെ സ്ഥിര താമസം ആരംഭിച്ചു. ആഗ്നസിനും സാമുവലിനും 7 മക്കളുണ്ടായി. അക്കാലത്ത് അദ്ദേഹത്തിന്റെ പിതാവ് മരണമടയുകയും വിൽപത്രത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ഭാഗം സ്വത്ത് ലഭിക്കുകയും ചെയ്തു. സാമുവൽ സ്വന്തമായി വാങ്ങിയ കൃഷിഭൂമി വികസിപ്പിക്കുവാൻ തന്റെ മുഴുവൻ ശക്തിയും വിനിയോഗിച്ചു. ഗ്രാമവാസികൾക്ക് ലഭ്യമാകാത്ത ഗവേഷണ ഗ്രന്ഥങ്ങളും കൃഷി അറിവുകളും അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. ലൂസിയാനയിലെ സ്റ്റാർക്ക് ബ്രദേഴ്സ് വികസിപ്പിച്ച ഒരു പുതിയ ആപ്പിൾ ഇനമാണ് സിംല മലനിരകളിൽ കൃഷി ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ ജീവിത രീതിയുമായി സ്റ്റോക്സ് പൂർണ്ണമായി ഇഴുകിച്ചേർന്നു. ലളിതമായ വസ്ത്രധാരണവും ജീവിതശൈലിയും അദ്ദേഹത്തെ ഗ്രാമീണർക്ക് പ്രിയങ്കരനാക്കി. അമേരിക്കയിൽ നിന്ന് റെഡ് ഡെലീഷ്യസ് ഇനം ആപ്പിൾ തൈകൾ കൊണ്ടുവന്ന് കോട്ട്ഗഡിൽ അദ്ദേഹം കൃഷി ചെയ്തു. ഈ സംരംഭം ഹിമാചലിലെ കർഷകരുടെ ജീവിതം മാറ്റിമറിച്ചു. ഇന്ന് ഹിമാചൽ പ്രദേശ് ഒരു പ്രധാന ആപ്പിൾ ഉൽപാദന കേന്ദ്രമായി മാറിയതിൽ സത്യാനന്ദ സ്റ്റോക്സിന്റെ പങ്ക് വളരെ അതുല്യമാണ്. കൂടാതെ ദില്ലിയിലെ കയറ്റുമതി വ്യാപാരം നിയന്ത്രിച്ചിരുന്ന യൂറോപ്യൻ വ്യാപാരികളുമായി സാമുവലിനുണ്ടായിരുന്ന ബന്ധം കാരണം ആപ്പിൾ കച്ചവടം സുഗമമായി നടന്നു. ഇതോടെ മറ്റ് ഗ്രാമവാസികൾക്കും ഇത് പിന്തുടരുവാൻ പ്രചോദനം ലഭിച്ചു. ഇതിന് പിന്നാലെ സാമുവൽ കൂടുതൽ ഭൂമി വാങ്ങി നിരവധി ആപ്പിൾ ഇനങ്ങൾ കൃഷി ചെയ്തു. ഗ്രാമവാസികൾക്ക് അവയിൽ നിന്ന് തൈകൾ നൽകി. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി സിംല ആപ്പിൾ കൃഷിയുടെ ആസ്ഥാനമായി മാറി. ഇന്ന് ഹിമാചൽ പ്രദേശിൽ ആപ്പിൾ കൃഷി കൊണ്ടുവന്ന വ്യക്തി എന്ന നിലയിലാണ് സാമുവൽ സ്റ്റോക്സ് ഏറ്റവും പ്രശസ്തനായത്. എന്നാൽ അതിനുമപ്പുറം ജീവിതം അദ്ദേഹത്തിനായി പലതും കരുതി വെച്ചിരുന്നു. സാമുവലിന്റെയും ആഗ്നസിന്റെയും സന്തോഷ ജീവിതം അധികം നാൾ നീണ്ടു നിന്നില്ല. അവരുടെ പ്രിയപ്പെട്ട പുത്രൻ തര അമീബിക് ഡിസെന്ററി പിടിപെട്ട് മരണപ്പെട്ടു. ഇത് സാമുവലിനെ മാനസികമായി തളർത്തി. അദ്ദേഹം ആത്മീയതയിലേക്ക് ആഴ്ന്ന് ഈ ദുഃഖം മറികടക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം സത്യാർത്ഥ പ്രകാശ് എന്ന ഗ്രന്ഥം വായിക്കുകയും സ്വാതന്ത്ര്യ സമര സേനാനിയായ റൂലിയാറാം ആര്യയെ കാണുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. 1932 സാമുവൽ ഹിന്ദു മതത്തിലേക്ക് മതം മാറി. തന്റെ പേര് സത്യാനന്ദ ആര്യ എന്നും
ഭാര്യ ആഗ്നസ് തന്റെ പേര് പ്രിയാദേവി എന്നും മാറ്റി. ഈ മതം മാറ്റം കാരണം ആഗ്നസിന് തന്റെ കുടുംബത്തോട് അകലേണ്ടി വന്നത് വളരെ വേദനാജനകമായിരുന്നു. അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത് സത്യാനന്ദ സ്റ്റോക്സ് എന്ന പേരിലായിരുന്നു. കർഷകരെ ചൂഷണം ചെയ്തിരുന്ന ബേഗർ അഥവാ നിർബന്ധിത വേല സമ്പ്രദായത്തിനെതിരെ അദ്ദേഹം ശക്തമായി പോരാടി. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തന്റെ നിലപാടുകൾ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം തന്റെ അന്തരിച്ച മകൻ തരയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടുത്തെ പ്രാദേശിക കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനായി താര സ്കൂൾ സ്ഥാപിച്ചു. പ്രദേശത്തെ നിർബന്ധിത ബാലവേല ഇല്ലാതാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. സത്യാനന്ദ സ്റ്റോക്സ് ഇന്ത്യയുടെ ദേശീയ കോൺഗ്രസിലെ AICCയിൽ അംഗമായ ഏക അമേരിക്കക്കാരനായിരുന്നു. ലാലാ ലജ്പത് റായിയോടൊപ്പം അദ്ദേഹം പഞ്ചാബിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. 1921 ബ്രിട്ടീഷ് സർക്കാർ ജോലികൾ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ ഒപ്പുവെച്ച ഏക വിദേശി പൗരൻ സത്യാനന്ദനായിരുന്നു. അതേ വർഷം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ വിദ്വേഷ പ്രചാരണവും രാജ്യദ്രോഹവും നടത്തിയെന്നാരോപിച്ച് ബ്രിട്ടീഷ് കോടതി അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ വിധിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത തടവിലായ ഏക അമേരിക്കക്കാരനായി അദ്ദേഹം മാറി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജി എഴുതിയത് ഇങ്ങനെയാണ്: ഒരു ഇന്ത്യക്കാരനെ പോലെ ചിന്തിക്കുകയും പോരാടുകയും ചെയ്യുന്നവനെ ഈ സർക്കാർ സഹിക്കില്ല. അവന്റെ വെള്ള നിറത്തിന് പോലും അവനെ രക്ഷിക്കാനും സാധിച്ചില്ല. സ്റ്റോക്സിന്റെ സമർപ്പണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ ധാർമ്മിക പിന്തുണയും അന്താരാഷ്ട്ര ശ്രദ്ധയും നേടിക്കൊടുത്തു. ജയിൽ മോചിതനായ ശേഷവും അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ച ഹിമാചൽ പ്രദേശ് പ്രജാമണ്ഡലിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1946 സത്യാനന്ദ സ്റ്റോക്സ് ഈ ലോകത്തോട് വിട പറഞ്ഞു. സ്വാതന്ത്ര്യം നേടുന്നതിന് ഒരു വർഷം മുൻപ് അദ്ദേഹം മരിച്ചുവെങ്കിലും ഇന്ത്യയെ സ്വന്തം രാജ്യമായി സ്വീകരിച്ച അദ്ദേഹത്തിന്റെ ജീവിതം സ്വാതന്ത്ര്യ സമരം കേവലം ഇന്ത്യക്കാരുടെ മാത്രം പോരാട്ടമല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ലോകമെമ്പാടുമുള്ള നീതിബോധമുള്ള മനുഷ്യർ നടത്തിയ ധർമ്മ സമരമായിരുന്നു എന്ന് വിളിച്ചോതുന്നതായിരുന്നു. സത്യാനന്ദ സ്റ്റോക്സ് തന്റെ കർമ്മഭൂമിയിൽ ആപ്പിളിന്റെ മധുരവും സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ട വീര്യവും ഒരുപോലെ നട്ടുവളർത്തിയ അതുല്യ വ്യക്തിത്വമായി ഇന്ത്യൻ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പലരും മറന്നുപോയെങ്കിലും 1999 അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ആശാ ശർമ്മ എഴുതിയ ജീവചരിത്രത്തിലൂടെ അദ്ദേഹം വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.